ജനകീയനായ കൂട്ടുകാരനും അതിൻ്റെ സെക്രട്ടറിയും കേരളത്തിൽ ഒരു കാലത്ത് വീരപരിവേഷത്തോടാണ് നിന്നിരുന്നെങ്കിൽ പിന്നീട് ഒരു ട്രോൾ കഥാപാത്രമായിട്ട് മാറി. കാര്യമാണ് ഇവിടുത്തെ അധികാരികളോട് പറയാനുള്ളത്. അറമുകാരന്റെ അറമുശാലക്ക് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന അറമുമാടുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ വേട്ടക്കാരന്റെ മുമ്പിൽ ഗർജിക്കുന്ന പുലിക്കുട്ടികളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അങ്ങനെ പുലിക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി എന്നാലും നമുക്ക് ശകലം മുദ്രാവാക്യമാവാം. മര്യാദക്ക് ജീവിക്കാം നമ്മുടെ നാട്ടിൽ ജീവിക്കാം. മര്യാദക്ക് 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 ജീവിച്ചോ. മര്യാദക്ക് 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 ജീവിച്ചോ. മര്യാദക്ക് 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 ജീവിച്ചോ. മര്യാദക്ക് 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 ജീവിച്ചോ. മര്യാദക്ക് ജീവിച്ചില്ല നമുക്കറിയാം ആസാദി. ഈ ആസാദി എന്നുള്ള മുദ്രാവാക്യമൊക്കെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കനയ്യകുമാർ നേരെ കോൺഗ്രസിലോട്ട് ചാടി. ഇപ്പോൾ കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. ആസാദി പറഞ്ഞവർക്ക് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു കൊച്ചുകുട്ടിയെ തോളിലേറ്റി അരിയും മലരും കുന്തിരികയൊക്കെ കാത്തുവെച്ച ഒരാളുടെ കഥയാണ് കാണുന്നത്. അതിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. പോലീസെത്തി കയറിക്കോട്ടോ. ഇനി അകത്ത് കയറിയ ആള് പുറത്തിറങ്ങിയെന്ന് അടുപ്പൂട്ടി ചാനൽ പറയുന്നുണ്ട്. ആ ചാനൽ പറയുന്നതിന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും നമുക്ക് കടമറ്റ കത്തനാരത്തോട് ചോദിക്കാം, അകത്താണോ പുറത്താണോ?